അസാധ്യ കോമഡി ടൈമിങ്ങും സംഭാഷണങ്ങളില്ലാതെ തന്നെ തന്റെ ഭാവങ്ങളും ശരീരഭാഷയും കൊണ്ട് മലയാളികളെ ചിരിപ്പിച്ച ഒരു കൗമാരക്കാരൻ. ആദ്യ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന് സുഹൃത്തായി വന്ന് ഷോ സ്റ്റീലറായി. നായകനായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം കേരളത്തിനകത്തും പുറത്തും തിയേറ്ററുകളിൽ വമ്പ ഹിറ്റ്. 24-ാം വയസ്സിൽ 100 കോടി ക്ലബിൽ. മലയാളത്തിലെ നെക്സ്റ്റ് ജനറേഷൻ പെർഫോമേഴ്സിന്റെ പേര് പറയുമ്പോൾ ആദ്യ നിരയിൽ തന്നെ വരുന്നൊരു പേര് നസ്ലൻ. തണ്ണീർമത്തൻ ദിനങ്ങൾ മലയാള സിനിമയ്ക്ക് ഒരു കൂട്ടം പുതുമുഖങ്ങളെ നൽകി. ചിത്രം കഴിയുമ്പോൾ നായകനും നായികയും ചർച്ചയായ അത്ര തന്നെ ഒരുപക്ഷെ അതിൽ കൂടുതൽ പഫ്സ് കഴിക്കാൻ വരുന്നു എന്ന ആംഗ്യഭാഷയിൽ സംസാരിച്ച ആ കൂട്ടുകാരൻ ആഘോഷിക്കപ്പെട്ടു. ഗിരീഷേടി കണ്ടുപിടിച്ച നസ്ലൻ മാത്യു കോമ്പിനേഷൻ അവിടെ നിന്നും തുടങ്ങി. തണ്ണീർമത്തനിൽ തുടങ്ങി പ്രേമലു വരെ എത്തി നിൽക്കുന്ന ആ ഹിറ്റ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. വരനെ ആവശ്യമുണ്ട് എന്ന രണ്ടാം ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുമ്പോൾ ആ ബഹളം വെച്ച് ജെയ്സനെ ചീത്ത വിളിച്ച് എക്സെൻട്രിക് ആയി നടന്നിരുന്ന അതേ ചെറുപ്പക്കാരൻ നിശബ്ദനായി സട്ടിലായി സ്ക്രീനിലെത്തി. 2 തലങ്ങളിൽ കിടന്ന ആ ബിബീഷും മെൽവിനും നസ്ലൻ എന്ന അഭിനേതാവിന്റെ പൊട്ടൻഷ്യൽ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടി. ചെറിയ നേരം മാത്രമാണ് വന്നു പോകുന്നെങ്കിലും യങ് ബിബീഷും പ്രേക്ഷകർക്ക് കൂടെ പോന്നു. കുരുതി ഇതിൽ നിന്നെല്ലാം മാറി മറ്റൊരു ഷെയ്ഡായിരുന്നു. ചിത്രം കൊണ്ടു നടക്കുന്ന ആ ഭാവത്തിലേക്കും നസ്ലനും അഡാപ്റ്റഡ് ആയി. കുട്ടിയമ്മയുടെയും ഒലിവ ട്വിസ്റ്റിന്റെയും ചെറിയ സന്താനം ചാൾസും കോമഡി ടൈമിങ്ങും കയ്യിലിരിപ്പും കൊണ്ട് ജനപ്രിയനായി. കുട്ടിയമ്മയായി മഞ്ജു പിള്ള തകർക്കുമ്പോൾ അതിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നസ്ലന്റെ പെർഫോമൻസും ഉണ്ട്. അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന ചാൾസ് പലർക്കും റിലേറ്റബിളുമായിരുന്നു. കോമ്പിനേഷൻ സീനുകളിൽ അനായാസം അഭിനയിക്കുന്ന ആളാണ് നസ്ലൻ എന്ന് തോന്നിയിട്ടുണ്ട്. അത് മാത്യു നസ്ലൻ കോമ്പിനേഷൻ ആകട്ടെ, മഞ്ജു പിള്ള നസ്ലൻ കോംബോ ആകട്ടെ, അവസാനം വന്ന സംഗീത് പ്രതാപ് നസ്ലൻ കോമ്പിനേഷൻ ആകട്ടെ, കൂടെ നിൽക്കുന്നയാളോടൊപ്പം കോംപ്ലിമെന്റ് ചെയ്ത് സ്ക്രീനിൽ മാജിക് തീർക്കാൻ കഴിഞ്ഞ ഒരുപാട് മൊമെന്റ്സ് അയാൾക്കുണ്ട്. പ്രേമലുവിലെ ഡാൻസ് സീക്വൻസിലെ അമൽ ഡേവിസ് സച്ചിൻ മൊമെന്റ്സിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അത് വളരെ മൊമെന്ററി ആയി അവർ കയ്യിൽ നിന്നിട്ട് ചെയ്തതാണെന്ന് നസ്ലൻ പറയുകയുണ്ടായി. പ്രേമലവിലെ തന്നെ തുടക്കത്തിൽ കേക്ക് കൊടുക്കാൻ പോകുമ്പോൾ പട്ടിയെ കണ്ട് വീഴുന്ന സീനും റിയൽ ടൈമിൽ സംഭവിച്ചതാണ്. ആദ്യ ചിത്രം തണ്ണീർമത്തൻ മുതൽ അയാളെ സ്ക്രീനിലേക്ക് അഴിച്ചുവിടാൻ എളുപ്പമാണെന്ന് ഗിരീഷ് എടിയും പറയുന്നു. നായകന്റെ യാത്ര പിന്തുടർന്ന പ്രേമലുവിൽ സച്ചിനെ അനായാസം നസ്ലൻ ഷോൾഡർ ചെയ്യുന്നുണ്ട്. നായകന്റെ വാശി, നായകന്റെ വിജയം എന്ന രീതിയിൽ പോകുന്ന കഥയെ എവിടെയും വീണു പോകാതെ അയാൾ അവസാനം വരെ എത്തിക്കുന്നുണ്ട്. ആലപ്പുഴ ജിംഖാനയ്ക്ക് വേണ്ടി ബോക്സിംഗ് പഠിച്ച് ശരീരം മാറ്റി വരുന്ന നസ്ലൻ ആകട്ടെ ഇത്രയും കാലം കണ്ട നസ്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എക്സ്ട്രീം എക്സ്ട്രോവേർട്ടാണ്. നസ്ലന്റേതായി വരാനിരിക്കുന്ന ചിത്രങ്ങളും പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ളവയാണ്. ആലപ്പുഴ ജിംഖാന, മോളിവുഡ് ടൈംസ്, പ്രേമലു 2, വേഫറർ നിർമ്മിക്കുന്ന 7ാം ചിത്രം എന്നിവ ഹൈലി ആന്റിസിപ്പേറ്റഡ് ലിസ്റ്റിലുള്ളവ. പൃഥ്വിരാജ് നസ്ലനെ വിളിച്ചത് നെക്സ്റ്റ് ജനറേഷൻ സ്റ്റാർ എന്നാണ്. കോടി ക്ലബ്ബുകളും നല്ല കഥാപാത്രങ്ങളും അയാളെ തേടിയെത്തട്ടെ. മലയാളികൾക്ക് ഒരു താരത്തെ കൂടെ ലഭിക്കട്ടെ.